മാന്യ സഹോദരന്മാരെ, സഹോദരികളെ, മദീനവാസികളായ സദസ്യരെ, മറ്റു ശ്രോതാക്കളെ, ഇന്ന് മൂന്ന് ഖുതുബകളുടെ വിശദീകരണം കൂടുതൽ ഞാൻ നൽകാൻ ഉദ്ദേശിക്കുന്നില്ല. വിഷയം പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ദീർഘായുസ്സും ആരോഗ്യവും തൗഫീഖും ദഅവത്ത് രംഗത്ത് ഇഖ്ലാസോടുകൂടി പ്രവർത്തിക്കാനുള്ളതായ കഴിവും ഏവർക്കും നൽകുമാറാകട്ടെ. ഞാൻ അല്പം മുമ്പാണ് ഇവിടേക്ക് എത്തിയത്. അഥവാ ജുമാ നമസ്കാരത്തിന് ഹറമിലേക്ക് എത്തിയിരുന്നില്ല. ഇന്നലെ രാത്രി ഖസീമിൽ ക്ലാസ്സായിരുന്നു. ഖസീമിൽ നടന്നതായ ഡയറക്റ്റ് ഫ്ലൈറ്റ് കിട്ടാത്തതുകൊണ്ട് റിയാദ് ഖസീം റിയാദ് അങ്ങനെ വന്നതാണ്. അതൊന്നും കാരണമല്ല. കാരണം മൂന്ന് ഖുതുബകളെ ഷോർട്ടാക്കി പറയാനുള്ള ചുറ്റുപാടും സൗകര്യം ലഭിച്ചിട്ടില്ല. ഖുതുബകൾ എന്താണെന്ന് എനിക്കറിയാം, എൻ്റെ മുമ്പിലുണ്ട് തയ്യാറായിട്ട്. മക്കയിൽ സംസാരിച്ച സംസാരം പരലോകമോക്ഷം മാത്രമല്ല, ഇഹലോക വിജയവും ദീനിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നതാണ്. അതിൻ്റെ വിശദീകരണം നമുക്ക് സാധാരണ കേട്ട് പരിചയമുള്ളതാണ്. മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ വഹുവ മുഅ്മിൻ ഫലനുഹയ്യന്നഹു ഹയാതൻ തയ്യിബ. മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ വഹുവ മുഅ്മിൻ. ഒരാൾ സത്യവിശ്വാസിയായിട്ട് സൽക്കർമ്മങ്ങൾ ചെയ്താൽ അവന് നല്ല ജീവിതം ജീവിക്കാൻ ഇവിടുന്ന് തന്നെ ചാൻസ് കിട്ടും, അള്ളാഹു നൽകും. ഹയാതൻ തയ്യിബ. അതിനു പുറമെ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. അവർ ചെയ്തതിനേക്കാളും നല്ലത് പരലോകത്തിൽ വേറെയും. ഇത് ആ ആയത്തിൻ്റെ വിശദീകരണം പലപ്പോഴും നാം കേട്ട് പരിചയമുള്ളതാണ്. അതാണ് മക്കയിൽ ഇന്ന് ഷെയ്ഖ് ഡോക്ടർ ഉസാമ ഖയ്യാത്ത് സംസാരിച്ചതിൻ്റെ ഷോർട്ടായ ഭാഗം. അപ്പോൾ ലോകത്തിൽ മനുഷ്യരാശി വിജയം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ ഈ സത്യമതത്തിലേക്ക് മടങ്ങട്ടെ എന്നതാണ്. അല്ലാതെ അവർക്ക് ഇഹലോകത്തിലും വിജയം സമ്പാദിക്കാൻ കൈവരുത്താൻ സാധിക്കുന്നതല്ല. ബാഹ്യരൂപത്തിൽ അതിന് വിപരീതമാണല്ലോ കാണാറുള്ളത് എന്ന് ഒരു പക്ഷേ ചോദിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതല്ല യാഥാർത്ഥ്യം. മുസ്ലിങ്ങളായിരുന്ന കാലഘട്ടത്തിൽ അവർ യുദ്ധത്തിൽ പരാജയപ്പെട്ട ഒരു രംഗമാണ് നാം ഇവിടെ കണ്ടത്, ഉഹദ് പോർക്കളത്തിൽ. പക്ഷേ അവർക്ക് ആ സന്ദർഭത്തിൽ റബ്ബിനോട് റസൂലുള്ളാഹിൻ്റെ കൽപ്പന പാലിക്കാത്തത് കൊണ്ട് കാട്ടിയതായ ആ വീഴ്ച ബോധം വന്നിട്ട് ദുഃഖബോധവും ഖേദബോധവും ഉടലെടുത്തെങ്കിലും അവർക്കെല്ലാം അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ വഴിയിൽ ഷഹീദായി സ്വർഗം സമ്പാദിക്കണമെന്ന് ആഗ്രഹിച്ച് അതിന് മനക്കെട്ട് നിൽക്കുന്ന 70ഓളം പേർക്ക് ഈ യുദ്ധത്തിലൂടെ ഷഹീദാവാൻ സാധിച്ചല്ലോ. പല പരീക്ഷണങ്ങൾക്ക് ഇരയാവുകയും ആ പരീക്ഷണങ്ങളിൽ വിജയിക്കാൻ സാധിക്കുകയും ചെയ്തല്ലോ. അപ്രകാരം തന്നെ ധാരാളം പാഠങ്ങൾ ആ പോരാട്ടത്തിലൂടെ നമുക്ക് പഠിക്കാൻ സാധിച്ചല്ലോ. അപ്രകാരം തന്നെ നമ്മുടെ എണ്ണപ്പെരുപ്പമോ നമ്മുടെ നാട്ടിൽ തന്നെ നടക്കുന്ന യുദ്ധമോ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് വിജയം കിട്ടുക തന്നെ ചെയ്യുമെന്ന അന്ത്യ തീരുമാനത്തിലേക്ക് എത്താൻ പാടുള്ളതുമല്ല. മറിച്ച് തീരുമാനം അള്ളാഹിൻ്റെ കയ്യിലാണ്. അങ്ങനെ പല കാര്യങ്ങൾ അവർക്ക് ഭൗതികമായി ഈ ലോകത്തിൽ തന്നെ ഹൃദയത്തിന് ശാന്തിയും സമാധാനവും നൽകുന്നത് ആ സംഭവത്തിൽ തന്നെ ലഭിക്കുന്നു. അപ്പോൾ മുസ്ലിങ്ങൾക്ക് പരീക്ഷണമാണെങ്കിലും അത് യഥാർത്ഥത്തിൽ വിജയമാണ്. മുസ്ലിങ്ങൾക്ക് ഭൂമിയിൽ പരീക്ഷണമാണെങ്കിലും അത് സആദത്താണ്, അത് ശാന്തിയാണ്, അത് സമാധാനമാണ്. ഈ ആസ്വാദനം ഈമാനുള്ളവർക്ക് ലഭിക്കുകയുള്ളൂ, അല്ലാത്തവർക്ക് ലഭിക്കുകയും ഇല്ല. അത് കോലപ്പെടുത്തി കൊടുക്കാൻ പറ്റുന്നതല്ല, അത് അനുഭവിച്ച് ആസ്വദിക്കാൻ പറ്റുന്നതാണ്. അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.
എന്നാൽ മദീനയിൽ ആരാണ് ഖുതുബ ഓതിയത്? ഡോക്ടർ അലി അബ്ദുറഹ്മാൻ അൽ ഹുദൈഫി ചർച്ച ചെയ്തതായ വിഷയം അൽ ഖൗഫ് വർ റജാ എന്നതാണ്. അൽ ഖൗഫ് വർ റജാ എന്നത് യഥാർത്ഥത്തിൽ ഖൗഫ് എന്ന പദം തന്നെ പറഞ്ഞുകൊണ്ട് നീട്ടി വലിച്ച് ഇവൻ ക്ലാസ് എടുത്തിട്ടുണ്ട് ഇതേ സദസ്സിൽ. ഖൗഫ് ഭയം, റജാ ആഗ്രഹം. ഖൗഫ് ഭയം, റജാ ആഗ്രഹം. എന്തിനെ ഭയപ്പെടുന്നു, എന്തിനാഗ്രഹിക്കുന്നു? ആഗ്രഹിക്കേണ്ടത് അള്ളാഹുവിൻ്റെ വിശാലമായ അനുഗ്രഹത്തെ, അവൻ്റെ തൗഫീഖിനെ, അവൻ പരലോകത്തിൽ നമുക്ക് വേണ്ടി തയ്യാർ ചെയ്തു വെച്ച സ്വർഗത്തെ, ആ വിശാലമായ രമ്യഹർമ്മ്യങ്ങളെ, പൂന്തോപ്പുകളെ, കൊട്ടാരങ്ങളെ, ഹൂറുൽ ഈങ്ങളെ, സന്താനങ്ങളെ, കുട്ടികളെ, സ്വർഗീയ കുട്ടികൾ, ആ കൊലപ്പെടുത്താൻ പറ്റാത്ത നിഅമത്തുകൾ, അതിൽ നമുക്ക് എപ്പോഴും എന്ത് വേണം? ആഗ്രഹം ഉണ്ടായിക്കൊണ്ടേ ഇരിക്കണം. അതിൽ നമുക്ക് ആഗ്രഹം ഉണ്ടായിക്കൊണ്ടേ ഇരിക്കണം. അതേ സമയത്ത് അത് അള്ളാഹു തരുമോ ഇല്ലേ, എൻ്റെ കുറ്റം കാരണത്താൽ നഷ്ടപ്പെട്ടു പോകുമോ ഇല്ലേ, അള്ളാഹു എന്നെ ശിക്ഷിക്കുമോ ഇല്ലേ, അള്ളാഹു ശിക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ച ആ ഇനത്തിൽപ്പെട്ട ആളാണോ ഞാൻ അല്ലേ എന്നീ ഭയം നമ്മുടെ കൂടെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കണം. എന്നല്ലാതെ കുറേ കാലമായി നമസ്കരിക്കുന്നു, കിട്ടും സ്വർഗം എന്ന് ഉറപ്പുള്ള ചിന്താഗതിയിലേക്ക് എത്താൻ പാടുള്ളതല്ല ഒരു മുഅ്മിൻ. അപ്രകാരം തന്നെ അള്ളാഹ് എന്നെ സ്വർഗത്തിൽ ഏതായാലും കടത്തൂല, ഞാൻ ഇത്ര കാലം തെറ്റ് ചെയ്തിട്ട് ഇനി അള്ളാഹ് പുറത്തു തരാനോ എന്ന ആ നിരാശ ഉടലെടുക്കാനും പാടുള്ളതല്ല. അത് മുസ്ലിങ്ങളിൽ നിന്നിട്ട് ഈ രണ്ട് കുറ്റവും മഹാപാപമാണ്, രണ്ട് രൂപത്തിലും ചിന്തിക്കൽ. മറിച്ച് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടേ, അള്ളാഹുവിൻ്റെ പ്രീതിയെ കാംക്ഷിച്ചുകൊണ്ടേ ബാലൻസ് ശരിയാക്കിയിട്ട് എന്ന് ഞാൻ പറയാറുണ്ടല്ലോ, ബാലൻസ് ശരിയാക്കി ജീവിക്കുക. അതാണ് ഡോക്ടർ അലി അബ്ദുറഹ്മാൻ അൽ ഹുദൈഫി സംസാരിച്ച സബ്ജക്റ്റ്. അതിനുവേണ്ടിയാണ് നാം സാധാരണ പറയാറുള്ളതായ നബിമാർ എല്ലാം കാനൂ യദ്ഊനനാ റഗബൻ വറഹബ അല്ലേ, നാം കേട്ട് പരിചയമുള്ള ആയത്തല്ലേ. പേടിയോടുകൂടി ആഗ്രഹത്തോടുകൂടി നമ്മെ അള്ളാഹുവിനെ അള്ളാഹ് പറയുന്നു, അവർ പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. ആര്? നബിമാർ. വകാനൂ ലനാ ഖാശിഈൻ, നമ്മെ അവർ ഭയപ്പെട്ട് ജീവിക്കുന്നവരും ആയിരുന്നു. അതെ, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വലാ ഇലാ അംവാലിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വഅമാലിക്കും എന്ന ഹദീസ് ഇമാം ഓതിയത് നിങ്ങൾ കേട്ട് കാണും മദീനത്തെ പള്ളിയിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ കോലത്തിലേക്കോ നിങ്ങളുടെ കഴിവിലേക്കോ സാമ്പത്തിക ശേഷിയിലേക്കോ അല്ല നോക്കുക. അള്ളാഹു നോക്കുക നിങ്ങളുടെ ഹൃദയത്തിലേക്കും നിങ്ങളുടെ അമലിലേക്കും, നിങ്ങളുടെ ഹൃദയത്തിലേക്കും നിങ്ങളുടെ അമലിലേക്കും. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മുടെ അമല് നന്നാവണം, എന്നാലാണ് നാം അള്ളാഹിനെ ഭയപ്പെട്ടു എന്ന് തെളിയിക്കാൻ പറ്റുകയുള്ളൂ എന്നർത്ഥം. എന്നല്ലാതെ അമലില്ലാതെ എനിക്ക് അള്ളാഹിനെ ഭയങ്കര ഭയമുണ്ട്, ഭയങ്കര പേടിയുണ്ട് എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ആ പേടി ഉണ്ട് എന്നതിന് തെളിവ് നിർത്തി വെക്കണം. ആ പേടിയുണ്ട് എന്നതിന് തെളിവ് നിർത്തി വെക്കണം. അതാണ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അള്ളാഹു നോക്കുന്നുണ്ട് എന്നത് നാം ഓർത്തു കഴിഞ്ഞാൽ അള്ളാഹു നമ്മെ വീക്ഷിക്കുന്നുണ്ട്. ഹൃദയത്തിൽ വരെ കറങ്ങുന്നത് അള്ളാഹ് അറിയുന്നുണ്ട്. ഇൻ തുബ്ദു മാ ഫി അൻഫുസികും ഔ തുഖ്ഫൂഹു ആമന റസൂലുള്ളാഹി ഇൻ തുബ്ദു മാ ഫി അൻഫുസികും ഔ തുഖ്ഫൂഹു യുഹാസിബുകും ബിഹില്ലാഹ് ഫയഗ്ഫിർ ലിമൻ യശാ വയുഅദ്ദിബു മൻ യശാ. അതെ, നിങ്ങൾ ഹൃദയത്തിൻ്റെ അകത്ത് മറച്ചു വെച്ചാലും അത് പ്രകടമാക്കിയാലും അള്ളാഹു പരലോകത്തിൽ നിങ്ങളോട് അവകളെക്കുറിച്ച് വിചാരണ നടത്തും. അപ്പോൾ വിചാരണ നടത്തേണ്ടതായ ഗ്രേഡിലേക്ക്, ആ സ്റ്റാൻഡേർഡിലേക്ക് എത്തുന്ന രൂപത്തിലുള്ള ചിന്തയാണ് ചിന്തിച്ചതെങ്കിൽ ചിന്തക്ക് വരെ പരലോകത്തിൽ എന്തുണ്ട്? വഹുസ്സില മാഫി അസ്സുദൂർ, വഹുസ്സില മാഫി അസ്സുദൂർ. ഹൃദയത്തിൻ്റെ അകത്തുള്ളതിനെ പുറത്തെടുക്കുന്ന കാലഘട്ടം വന്നു കഴിഞ്ഞാൽ എന്ന ഖുർആൻ പറയുന്നത്. അപ്പോൾ ഹൃദയത്തിൻ്റെ അകത്തുള്ളതിനെ വരെ പുറത്തിറക്കി ചോദ്യം ചെയ്യുന്ന കാലമാണ് പരലോകം. അപ്പോൾ ഹൃദയത്തിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ തീരുമാനത്തിലേക്ക് എത്തുമ്പോഴാണ് ശിക്ഷിക്കപ്പെടുക. എന്നല്ലാതെ വെറുതെ ഇങ്ങനെ വിട്ടുകിടന്നാൽ ശിക്ഷിക്കപ്പെടുകയില്ല. തീരുമാനത്തിലേക്ക് എത്തിയാൽ
ഞാൻ ആ സെക്സ് ഫിലിം കാണുക തന്നെ ചെയ്യും, ഞാൻ ഇന്നാളെ കൊല്ലുക തന്നെ ചെയ്യും, ഞാൻ ആ വ്യഭിചാരം നടത്തുക തന്നെ ചെയ്യും. അങ്ങനെ തീരുമാനിച്ചിട്ട് അതിനായി നടക്കുക, അതിനായി പോവുക, അതിനു വേണ്ടി മനക്കെട. പക്ഷേ എന്തോ കാരണത്താൽ മൂപ്പർക്ക് അതിന് സാധിച്ചില്ല. അപ്പോഴോ കുറ്റമുണ്ട്, കുറ്റം ലഭിക്കും. എന്തുകൊണ്ട്? തീരുമാനത്തിലേക്ക് എത്തിയത് കൊണ്ട്. എവിടുന്ന് കിട്ടി? റസൂലുള്ളാഹി പറയുന്നു, നിങ്ങൾ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമുമായിട്ട് പോരാടിയാൽ, ഒരാൾ മറ്റാളെ ഇരുഭാഗത്തും മുസ്ലിമാനി രണ്ട് മുസ്ലിം ഖിതാൽ നടത്തിയാൽ അൽ ഖാതിലു വൽ മഖ്തൂലു ഫിന്നാർ, കൊന്നാളും കൊല്ലപ്പെട്ട ആളും നരകത്തിലാണ്. സഹാബാക്കൾ പറഞ്ഞ അമ്മൽ ഖാതിൽ, കൊന്നാളെ കുറിച്ച്, അയാൾ കൊന്നത് കൊണ്ട് നരകത്തിൽ എന്നുള്ളത് ശരിയാണ്. എന്താ കൊല്ലപ്പെട്ട ആൾ നരകത്തിൽ റസൂലേ എന്ന് ചോദിച്ചു. എന്താ കൊല്ലപ്പെട്ട ആൾ നരകത്തിൽ പോകുന്നു റസൂലേ എന്ന് ചോദിച്ചു. അപ്പോൾ എന്ത് മറുപടി കിട്ടി? കൊല്ലപ്പെട്ട വ്യക്തി സഹോദരനെ കൊല്ലണമെന്ന് തീരുമാനമെടുത്ത ആളായിരുന്നു. കൊല്ലപ്പെട്ട വ്യക്തി ചാൻസ് കിട്ടിയാൽ അവനെ കൊല്ലണമെന്ന് മൂപ്പർക്കും തീരുമാനമുണ്ടായിരുന്നു. പക്ഷെ ചാൻസ് കിട്ടിയത് മറ്റാൾക്കാണ്, കൊന്നാൾക്കാണ്. അതുകൊണ്ട് മൂപ്പർ കൊന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ട് കുറ്റം രണ്ടുപേരും കുറ്റത്തിൽ തെറ്റിൽ സമമാണ് എന്നതുകൊണ്ട് രണ്ടുപേരും ആ തെറ്റിൻ്റെ തോതനുസരിച്ച് ശിക്ഷ ഏറ്റെടുക്കാൻ ഈമാനോടുകൂടിയാണ് മരിച്ചതെങ്കിൽ ആ തെറ്റിൻ്റെ തോതനുസരിച്ച് ശിക്ഷ അനുഭവിക്കാൻ അല്ലാഹു തൗബ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നരകത്തിൽ പോകേണ്ടി വരും എന്നർത്ഥത്തിലേക്കാണ്. അപ്പോൾ ഒരു മുസ്ലിം നിരാശപ്പെട്ട് ജീവിക്കാൻ പാടില്ല എന്നും, ഒരു മുസ്ലിം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടും അതേസമയത്ത് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടും ജീവിക്കണം എന്നും, ഇത് രണ്ടും നമ്മുടെ കൂടെ ഒരുമിച്ച് കൂടിയാൽ അതാണ് യഥാർത്ഥ മുഅ്മിനിന്റെ സ്വഭാവം. അതാണ് യഥാർത്ഥ മുഅ്മിനിന്റെ സ്വഭാവം. ഉദാഹരണത്തിന് ഹുദൈഫി പറഞ്ഞോ ഇല്ലെന്ന് അറിയില്ല, ഞാൻ കേട്ടിട്ടില്ലല്ലോ. ഖുതുബ കുട്ടികൾ കുറിച്ചിട്ടുണ്ട്, വായിക്കാൻ സമയം കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞതുപോലെ നമുക്കറിയാം, സഹാബാക്കളൊക്കെ സ്വർഗത്തിന് ടിക്കറ്റ് ഭൂമിയിൽ നിന്ന് ലഭിച്ചു എന്ന് ഉറപ്പ് കിട്ടിയ ഉമറുൽ ഖത്താബ് ആ വഹി ഇറങ്ങിയ ശേഷം മൂപ്പര് പിന്നെ നിസ്കരിക്കണ്ടെന്ന് വെച്ചോ? പരിപാടിയൊക്കെ നിർത്തിയോ? സ്വർഗം കിട്ടിയല്ലോ, റിസർവേഷൻ അല്ല, അള്ളാഹല്ലേ വഹിയിലൂടെ റസൂലുള്ളാഹിക്ക് അറിയിച്ചത്. അതുകൊണ്ട് ഇനിയൊന്നും വേണ്ടാന്ന് വെച്ചോ? ഇല്ല, കൂടുതൽ ശക്തിയിലാണ് പിന്നെ അവരുടെ അമലുണ്ടായത്. മനസ്സിലായില്ലേ? സ്വർഗത്തിൽ പോകുമെന്ന് ഉറപ്പ് കിട്ടിയ സഹാബാക്കളുടെ ജീവിതത്തിൽ ആ ഉറപ്പ് കിട്ടിയതിൻ്റെ ശേഷം അമൽ വർദ്ധിച്ചതാണ്. എന്തുകൊണ്ട്? സ്വർഗത്തിൽ പോകുന്ന ആൾ കാട്ടാൻ അല്ലല്ലോ ഇത് എന്ന് ഏത് തെറ്റ് ചിന്തിക്കുമ്പോൾ വരെ ഓർമ്മ വരും. അപ്പോൾ അത് തന്നെയാണ് നമ്മളിലും വേണ്ടത്. നമ്മുടെ പാർപ്പിടം എവിടെയായിരിക്കണം? അള്ളാഹ് നമ്മളോട് വാഗ്ദാനം ചെയ്തത് എവിടേക്ക് പോകാനാണ്? നമ്മുടെ അനന്തരാവകാശത്തിലേക്കാണ്. നമ്മുടെ അനന്തരാവകാശം എവിടെയാണ്? നമ്മുടെ വാപ്പ ആദം ഒഴിവാക്കി വന്ന നാടാണ്. അതെവിടെ? സ്വർഗം അല്ലേ? അപ്പോൾ ആ സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ അള്ളാന്റെ നിബന്ധനയുണ്ട്. എന്ത്? നിങ്ങളിലേക്ക് എൻ്റെ പ്രതിനിധികൾ, എൻ്റെ ഭാഗത്തിൽ നിന്നിട്ട് ദൂതന്മാരും ഗ്രന്ഥങ്ങളും വന്നാൽ എന്ത് വേണം? അതിനെ പിൻപറ്റണം. അതിനെ പിൻപറ്റിയാലോ നിങ്ങൾക്ക് അതേ സ്വർഗത്തിലേക്ക് മടങ്ങി പോവുകയും ചെയ്യാം എന്ന്. ആ ചിന്താഗതി, ആ തത്വം നമ്മുടെ മുമ്പിലും ഉണ്ടായതോടൊപ്പം ആ സ്വർഗത്തിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് വേണം എന്നത് നാം തീരുമാനിക്കുന്നത് പോലെ, നാം തീരുമാനിക്കൽ നിർബന്ധം പോലെ അവർക്കും നിർബന്ധമുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് നിർബന്ധമുണ്ടാവാറില്ല എന്നതുകൊണ്ട് നമ്മൾ എന്നിട്ട് വീഴ്ച വന്നുകൊണ്ടേ ഇരിക്കുന്നു എന്നതാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ദിയാദ് ഇമാം, ഇവിടുത്തെ ചീഫ് മുഫ്തി, ഇന്ന് ഖുതുബ ഓതിയത് തരീഖുൽ ഹിദായ, സന്മാർഗ റൂട്ട് എന്നതാണ്. തരീഖുൽ ഹിദായ, സന്മാർഗ റൂട്ട്, എന്തൊക്കെ പറയാം അല്ലേ? സന്മാർഗത്തിനുള്ള, നല്ല മാർഗത്തിലേക്കുള്ള, അതിലേക്ക് ഒരുങ്ങുന്ന അതിനുള്ള തരീഖ്, വഴി, ഏത് വഴി ഉൾക്കൊള്ളണം, ഏത് വഴി അംഗീകരിക്കണം, ഒരാൾ സ്വർഗത്തിലേക്ക് എത്തണമെങ്കിൽ എന്നതിനെക്കുറിച്ച് വിശദീകരിക്കുകയായിരുന്നു. ഏകദേശം കുട്ടികൾ 10ഓളം പേജ് എഴുതി വിട്ടിരിക്കുകയാണ് റിയാദ് ഖുതുബ. ഷോർട്ടായിട്ട് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇന്നലെ രാത്രി സംസാരിച്ച, ബുറൈദയിൽ സംസാരിച്ചതായ സബ്ജക്റ്റാണ്. അത് ഇവിടെ നാം ക്യാമ്പയിൻ തുടങ്ങിയിട്ട് നാം ഒരു പ്രാവശ്യം സമാപിച്ച് വീണ്ടും തുടങ്ങി വെച്ചതായ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടതായ
മതം ബിസിനസ്സാക്കി മാറ്റുക എന്ന വിഷയമാണ്. എങ്കിലും അതേ സബ്ജക്റ്റിൽ അതേ തലക്കെട്ടിൽ ഇവിടെ ഞാൻ സംസാരിച്ചപ്പോൾ പറയാത്ത പലതും ഇന്നലെ രാത്രി പറഞ്ഞിരുന്നു. അത് ഞാൻ ചില ഭാഗങ്ങൾ കേൾപ്പിക്കാം ശേഷിക്കുന്ന ഭാഗത്ത്. സഹോദരന്മാരെ, സഹോദരികളെ, ഈ ചില കാര്യങ്ങൾ നമുക്ക് അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്ന് തോന്നുന്നത് ചിലത് സംഭവിക്കലാണ് നല്ലത് എന്നതാണ് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുക. അതിന് അറബി പഴമൊഴി പറയാറുണ്ട്, റുബ്ബ ദാറത്തിൻ നാഫിയ, എത്ര ദ്രോഹകരമായ കാര്യങ്ങൾ നന്മയായി വരാറുണ്ട് എന്ന്. അല്ലാഹ് തന്നെ ഖുർആനിൽ പറഞ്ഞു ആയിഷയെക്കുറിച്ച്, ഇന്നല്ലദീന ജാഊ ബിൽ ഇഫ്കി ഉസ്ബത്തും മിൻകും ലാ തഹ്സബൂഹു ശർറൻ ലക്കും ബൽ ഹുവ ഖൈറുൻ ലക്കും. അള്ളാഹുവിൻ്റെ ദൂതരുടെ ഭാര്യ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ വ്യഭിചരിച്ചു എന്ന ആരോപണവുമായി വന്ന ആ കപട വിശ്വാസികളുടെ വാദം, ആ മഹാപ്രയാസം, ആ മഹാപ്രശ്നം, അത് നിങ്ങൾ ഷർറാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും അതിലൂടെ നന്മകൾ ധാരാളമുണ്ടായി. ആയിഷ ഏതായാലും തെറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ ആയിഷ അർശിൻ്റെ മീതെ നിന്ന് 10 ആയത്ത് ആയിഷക്ക് വേണ്ടി ഇറങ്ങാൻ അത് കാരണമായി, അല്ലേ? 10 ആയത്ത് ആയിഷയ്ക്ക് വേണ്ടി മീതെ നിന്ന് ഇറങ്ങാൻ വരത് കാരണമായി. പിന്നെ ഇവിടെ ജീവിക്കുന്നവരിൽ ആര് കപട വിശ്വാസി, ആര് നല്ല വിശ്വാസി, ആര് കൃത്രിമം കാട്ടുന്നവര്, ആര് കാപ്പട്യം പേര് നടക്കുന്നവര്, ആര് മുനാഫിക്കീങ്ങൾ അല്ലാത്തവര്, ഇതൊക്കെ വേർതിരിച്ചറിയാൻ ഓരോ ആൾക്കുള്ള വിധിയും, ഇങ്ങനെയുള്ള സംഭവം നടന്നാലുള്ള വിധിയും, തേമ്മത്തിനുള്ള വിധിയും എന്തെല്ലാമാണ് ആ സംഭവത്തിൽ ഉണ്ടായത്, അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തോന്നുന്നത് ഇത് ഇങ്ങനെ സംഭവിച്ചേ ശരിയല്ലായിരുന്നു എങ്കിലും അത് യഥാർത്ഥത്തിൽ നന്മയാണ് അങ്ങനെ അവർ ആരോപിച്ചത് കൊണ്ട് മുസ്ലിങ്ങൾക്ക് ലഭിച്ചത് എന്ന് പറയും. എന്നതുപോലെ അവിടെ ഇല്ലാത്ത മുടി ഉണ്ടാക്കി വിൽക്കാൻ വേണ്ടി പ്ലാൻ ഇട്ടപ്പോൾ എന്ത് സംഭവിച്ചു? പണ്ട് നമ്മുടെ നാട്ടിൽ ഖുർആനിൽ മുഅ്ജിസത്തേ ഇല്ല, ഉള്ള മുഅ്ജിസത്തൊക്കെ വളച്ചൊടിച്ച് അർത്ഥം വെച്ച ഒരു മനുഷ്യൻ വന്നു. എന്നിട്ട് മൂപ്പര് പരിഭാഷ ഉണ്ടാക്കി. 40ഓളം പ്രാവശ്യം അല്ല ജിന്നുണ്ട് എന്ന് പറഞ്ഞത് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മൂപ്പര് പരിഭാഷ ഉണ്ടാക്കി. എന്താ സംഭവിച്ചത്? പണ്ഡിതന്മാർ പഠനം നടത്തി, എന്നിട്ട് മൂപ്പർക്ക് മറുപടി നൽകി. പുസ്തകങ്ങൾ ഇറങ്ങി, പ്രസംഗങ്ങളുണ്ടായി, യോഗങ്ങളുണ്ടായി. ആൾക്കാർക്കൊക്കെ കണ്ണു തുറന്നു. ജനങ്ങൾക്ക് ആരാണ് മാ കാനല്ലാഹു ലിയദറൽ മുഅ്മിനീന അലാ മാ അൻതും അലൈഹി ഹത്താ യമീസൽ ഖബീസ മിനത് തയ്യിബ. അല്ലാഹു മുഅ്മിനീങ്ങൾ ഉള്ളതായ പ്രയാസത്തെ അങ്ങനെ തന്നെ വിട്ട് ഉപേക്ഷിച്ച് കളയുക, അവരങ്ങനെ കാട്ടട്ടെ എന്ന് വെക്കുക എന്നത് അള്ളാന്റെ പതിവല്ല. പിന്നെയോ ഏത് സത്യം, ഏത് അസത്യം, ഏത് വടക്ക്, ഏത് നീചം, ഏത് നല്ലത് എന്നത് വേർതിരിക്കാതെ അള്ളാഹ് നിങ്ങളെ വെറുതെ വിടൂല, നിങ്ങൾ അങ്ങനെ ഉപേക്ഷിച്ച് കളയുകയില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? അവിടെ ബുദ്ധിപൂജകന്മാർ വരുമ്പോൾ സത്യവിശ്വാസികൾ തലപൊക്കും, കണ്ണു തുറക്കും, പ്രവർത്തിക്കും, റിസർച്ച് നടത്തും, പഠനം നടത്തും, ക്ലാസ് എടുക്കും, ക്യാമ്പയിൻ നടത്തും, വിജ്ഞാനം വികസിക്കും, അറിയാത്ത കാര്യങ്ങൾ ഇങ്ങനെ പഠിക്കാനും അറിയാനും ആരംഭിക്കും. ആരും ചിന്തിക്കുക പോലും ഇല്ലാത്തതായ വിഷയങ്ങൾ ആഴത്തിലിറങ്ങി പണ്ഡിതന്മാർ പുറത്തിറക്കി കൊണ്ടുവന്നിട്ട് പ്രചരിപ്പിക്കാൻ ആരംഭിക്കും. അപ്പോൾ എത്രയോ കാര്യങ്ങൾ ഇവിടെ നമുക്ക് പെട്ടെന്ന് തോന്നുമ്പോൾ അങ്ങനെ ഒരു സംഭവം നടക്കേണ്ടതില്ലായിരുന്നു എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിലും അള്ളാഹ് തീരുമാനിച്ച് എന്നതാണ്. എന്തുകൊണ്ട്? ഇവിടെ സത്യം പുലരണം, ജനങ്ങളുടെ കണ്ണു തുറക്കണം, സത്യമേത് അസത്യം ഏതെന്ന് മനസ്സിലാക്കണം. എന്നിട്ട് സ്വർഗത്തിൽ പോകുന്നവർ അതിനുവേണ്ടി മെനക്കെടണം, നരകത്തിലേക്ക് പോകാൻ തീരുമാനിച്ചവർ അതിനുവേണ്ടി മെനക്കെടണം. അങ്ങനെയാണ് അങ്ങനെയുള്ള സംഭവ വികാസങ്ങളുടെ പിന്നിൽ നിന്നിട്ട് നാം പഠിക്കേണ്ടതായ മെയിൻ തത്വം. അതെ സഹോദരന്മാരെ, സഹോദരികളെ, അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ സാധാരണ നിർബന്ധമായി പഠിക്കേണ്ട ഒരു ഭാഗമുണ്ട്. എന്താണ് ഈ തബറുക്ക്? അങ്ങനെ ഒരു തബറുക്ക് ഉണ്ടോ? തബറുക്കിൽ നിന്നിട്ടാണല്ലോ ഉടലെടുത്തത് എന്ത്? മുടി വിതരണ പദ്ധതിയും ഇല്ലാത്ത മുടി ഉണ്ടാവലും, എന്നിട്ട് അതിലൂടെ പള്ളിമുടി, തൊപ്പിമുടി, അല്ല മുടിപ്പള്ളി, തൊപ്പിപ്പള്ളി, അങ്ങനെ ഓരോ സാധനത്തിൻ്റെ പേര് പറഞ്ഞ് പള്ളി ഉണ്ടാവാം, അല്ലേ? അങ്ങനല്ലേ ഇപ്പോൾ വന്നത്. ഇത് മുടിപ്പള്ളി, പള്ളിക്ക് പേര് തന്നെ മുടിയിലേക്ക് ചേർത്തിട്ടാണ്. അള്ളാഹ് പറഞ്ഞത്
പള്ളി ഇന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅ അല്ലാഹി അഹദ. അള്ളാഹ്ക്ക് വേണ്ടി. എന്താണ് ആ പള്ളിയിൽ ചെയ്യപ്പെടേണ്ടത്? അത് മുടി വിതരണമല്ല, മുടിക്ക് വേണ്ടിയല്ല, വേറെ എന്തെങ്കിലും ഒരു ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല, വേറൊരു പുതിയൊരു ബർക്കത്തെ അല്ല അവിടെ ഉണ്ടാവേണ്ടത്. അള്ളാഹ് പറഞ്ഞ ബർക്കത്തിന്റെ കേന്ദ്രമായി മാറേണ്ട പള്ളി ആവേണമെങ്കിൽ എന്ത് വേണം? അള്ളാഹനെ മാത്രം പറയപ്പെടണം, അള്ളാഹന്റെ മുദ്രാവാക്യം മാത്രം അവിടെ പൊക്കി 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 പറയണം. പതുക്കെ പറഞ്ഞ പോരാ, അല്ലാഹു അക്ബർ, അതവിടെയാ പറയേണ്ടത്. അതിനു വേണ്ടി ജനങ്ങൾ പോകണം. അവിടെ സുജൂദ് നടക്കണം, അവിടെ റുക്കൂ നടക്കണം, അവിടെ ഖുർആൻ പാരായണം നടക്കണം, അല്ലാഹുവിന്റെ ദിക്ർ നടക്കണം. പ്രത്യേകിച്ച് അത് നടക്കാൻ വേണ്ടി സ്ത്രീകൾ അല്ല അവിടെ ശബ്ദകോലാഹലം ഉണ്ടാക്കേണ്ടത്. നാം കഴിഞ്ഞ ക്ലാസ്സിൽ കളിപ്പിച്ചില്ലേ, ഖുതുബത്ത് റാത്തീബ് സ്ത്രീകളും പുരുഷന്മാരും മിശ്രമായിട്ട് പള്ളി ഇരുട്ടാക്കിയിട്ട് കേരളത്തിൽ 11:30 മണിക്ക് ഇങ്ങനെ ചെല്ലുക, മുഹയ്യദ്ദീനേന്ന് വിളിക്കുക. എന്നിട്ട് ആ ശബ്ദം എനിക്കപ്പം തന്നെ സ്പീക്കറിലൂടെ കേൾപ്പിക്കുകയാണ് നമ്മുടെ ക്ലാസ് മെമ്പർ സഹോദരങ്ങളൊന്ന് കേൾക്കൂ. ഇവിടെ 11:30 മണിയാണ്, ഇന്ത്യയിൽ പള്ളി ഇരുട്ടാണ്, വെളിച്ചമില്ല, പെണ്ണുമാണും ഒന്നിച്ചിട്ട് മിക്സായി കലർന്നിട്ട് അവിടെ യാ ഗൗസ് യാ മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് റസൂൽ മരിച്ച് 500 കൊല്ലം ശേഷം ജീവിച്ച, ഇറാഖിൽ മരിച്ച ഒരു മനുഷ്യന്റെ പേര് ഇങ്ങനെ പള്ളിയിൽ ചെല്ലി വിളിക്കുകയാണ്. എന്തായിരിക്കും അള്ളാന്റെ കോപം? അള്ളാഹ് പറയുന്നത്, നിങ്ങൾ പള്ളി കെട്ടിയത് പള്ളിയുടെ ഉടമകളെ അള്ളാനെ മാത്രം അതിൽ വിളിച്ച് പ്രാർത്ഥിക്കാനാണ്, അള്ളാന്റെ കൂടെ വേറൊരു ശക്തിയെയും വിളിച്ച് പ്രാർത്ഥിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? മുടിപ്പള്ളി ഉണ്ടാക്കുമ്പോൾ, ഒരു പ്രത്യേക പേരിൽ ഉണ്ടാക്കുമ്പോൾ, പിന്നെ അവിടെ പള്ളിയിൽ പൂജയായിരിക്കും വരിക, അവസാനം തവാഫായിരിക്കും വരിക. നാം കണ്ടതാണ് എത്രയോ ലോകത്തിൽ പള്ളിയുടെ ലക്ഷ്യം മാറ്റി വെച്ചുകൊണ്ട് ആ പള്ളിയിൽ അള്ളാഹു അല്ലാത്തവർക്ക് അള്ളാഹ്ക്ക് നൽകുന്ന അവകാശം നൽകാൻ വേണ്ടി പരിശ്രമിച്ചവരുടെ നാടുകളിലൊക്കെ, പള്ളികളിലൊക്കെ ശിർക്കുകൾക്ക് പതാക, ശിർക്കുകൾക്ക് മുദ്രാവാക്യങ്ങൾ. ഞാൻ പറഞ്ഞില്ലേ, ഡൽഹിയിൽ അവിടെ ഒരു എക്സ്പ്രസ് തന്നെ താജ്മഹലിലേക്ക് പോകുന്നു, നിസാമുദ്ദീൻ എക്സ്പ്രസ്. അപ്പോൾ തോന്നി ഞങ്ങൾക്ക്, ഞാനവിടെ പഠിക്കുന്ന കാലഘട്ടത്തിൽ, എന്താണ് ഈ നിസാമുദ്ദീൻ? അവിടെ മഹാപള്ളിയും മഹാകബറൊക്കെ ഉള്ള സ്ഥലത്ത് പോയപ്പോൾ അവിടെ തവാഫ് നടക്കാണ്. ഞങ്ങളോട് ആദ്യം ഐഡൻറ്റിറ്റി കാർഡും ആ നമ്പർ കുറിക്കാനൊക്കെ പറഞ്ഞു. പിന്നെ അല്പസമയത്തിയപ്പോൾ ഹജറുൽ അസ്വദ് ചുംബിക്കുന്ന മാതിരി ഒരു ചുംബനൻ്റെ സ്ഥലമുണ്ട്. ഹജറുൽ അസ്വദ് ചുംബിക്കുന്ന നിന്ന് ചുംബിക്കാം, ഇത് പറ്റില്ല, ഇതൊന്ന് കുനിയണം, എന്നാലേ ചുംബനാവുള്ളൂ. ഞങ്ങൾക്ക് എതിർക്കാൻ തോന്നിയെങ്കിലും ഞങ്ങൾ പേടിച്ചു, കാരണം ഗുണ്ടകളാണ് നേതൃത്വം വഹിക്കുന്നത്. ഈ തോന്നിവാസത്തിൻ്റെ പരിസരത്തിലൊക്കെ നേതൃത്വം ഗുണ്ടകളുടെ കയ്യിലാണല്ലോ. അതുകൊണ്ട് ഒരാൾ പതുക്കെ പറഞ്ഞ്, ഇത് എന്ത് അടിസ്ഥാനത്തിലാണ് ചുംബിക്കുന്നത്, ഇത് ഇസ്ലാമിൽ അതിന് നിയമമില്ലല്ലോ എന്ന് പറഞ്ഞു. നിന്റെ കുട്ടിയും ചുംബിക്കാറില്ലേ, നിന്റെ ഭാര്യയും ചുംബിക്കാറില്ലേ ചോദ്യേ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ദൂരെ എന്ന് പറഞ്ഞു, വാടോ അവിടെ നിന്നാൽ ശരിയാവില്ല, കാരണം നമ്മൾ കാണുന്നുണ്ട് ചലനങ്ങളൊക്കെ, ഇടിക്കും അടിക്കൊക്കെ ഉള്ള ഒരുക്കങ്ങൾ. പിന്നെ ആ മനുഷ്യൻ ധൈര്യത്തോടു കൂടി പറഞ്ഞ, ഭാര്യയെ ചുംബിക്കുന്ന വികാരം തീർക്കാനാണ്, കുട്ടിയെ ചുംബിക്കുന്നത് സ്നേഹം തീർക്കാനാണ്, എന്നല്ലാതെ ഈ ചുംബനം എന്താണെന്ന്. ഹജറുൽ അസ്വദ് ചുംബിക്കുന്നതോ അത് അള്ളാഹിന്റെ കൽപ്പന റസൂലുള്ള കാണിച്ചു തന്നത് കൊണ്ട് ഇബാദത്ത്, അള്ളാഹ്ക്കുള്ള ഇബാദത്താണത്, എന്നാൽ അത് കല്ലിന് പൂജയല്ല. അത് ഉമർ നമുക്ക് ഒടുപ്പിച്ചിട്ടുണ്ട്. ഇതെന്താണ് മനസ്സിലായില്ലേ? അപ്പോൾ എന്ത് സംഭവിക്കുന്നു? പള്ളി പോയി പിന്നെ തവാഫാവും, അവിടെ മുടി തവാഫ്, മുടിക്ക് ചുംബനം, മുടിക്ക് തവാഫ്, എല്ലാം മാറും. എന്തുകൊണ്ട്? അവിടെ അടിസ്ഥാനപരമായിട്ടൊരു മുടിയേ ഇല്ല. ആരുടെ? റസൂലുള്ളാഹിന്റെ. അതാണ് യാഥാർത്ഥ്യം. കേൾക്കാൻ പോകുന്നത് പോലെ അല്പസമയത്തിലൂടെ. അപ്പോൾ ഇത് പറയുമ്പോൾ ഞാൻ പറയാറുണ്ട്, കുളിപ്പിച്ചിട്ട് കുട്ടി ഇല്ലാതാവാനും പാടില്ല, കുളിപ്പിക്കാതെ കുട്ടി വടക്കായി നീചമായി വളരെ അഴുക്കായി മാറാനും പാടുള്ളതല്ല. എന്ന് പറഞ്ഞാൽ തബറുക്ക് എന്നത് ഇസ്ലാമിലുണ്ട്. 32 ആയത്തിലൂടെ 34 തവണ അള്ളാഹ് ഖുർആനിൽ ബർക്കത്ത് എന്ന പദം പറയുന്നുണ്ട്. അത് സംഭവം ശരിയാണ്. 130ഓളം ഹദീസും ആ വിഷയത്തിൽ, 130ഓളം ഹദീസുമുണ്ട് ആ വിഷയത്തിൽ, സഹീഹും ദഈഫും എല്ലാമായ. അപ്പോൾ സംഗതിയുണ്ട് എന്ന് മാത്രം നിങ്ങൾ നോക്കൂ. നമ്മുടെ ഈ ഖുർആൻ ഇതെന്താണ്? കിതാബുൻ അൻസൽനാഹു മുബാറക്, ബർക്കത്തുള്ള കിതാബാണ്. അതെ, ഫീഹി ആയാത്തും ബയ്യിന, എന്താണ്? ഇന്ന അവ്വല ബൈത്തിൻ ഉദിയ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക്. അതെ, മനസ്സിലായില്ലേ? ഇന്ന അൻസൽനാഹു, ഈ ഖുർആനെ നാം ഇറക്കിയത് ഫീ ലൈലത്തിൻ,
മുബാറകത്തിൻ, ബർക്കത്തുള്ള രാത്രി. അപ്പോൾ ലൈലത്തുൽ ഖദ്ർ ബർക്കത്ത്, റമളാൻ ബർക്കത്ത്, പള്ളികളെല്ലാം ബർക്കത്തുള്ള ഭവനങ്ങൾ, അള്ളാഹുവിൻ്റെ കാബം അതിൻ്റെ പരിസരവും ബർക്കത്തുള്ള. ബർക്കത്ത് എന്നത് നമ്മുടെ ജീവിതത്തിൽ എന്നും നാം ചെയ്തുകൊണ്ടേ അത് ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കുന്നൊരു സാധനമാണ്. അത് നാം എതിർക്കുന്നില്ല, അതുണ്ട്. കാരണം ഈ ബർക്കത്ത് എന്ന് പറയുമ്പോൾ 3 സാധനം ഉണ്ട് അതിൽ. ഒന്ന് ബർക്കത്ത് എന്നത്, മറ്റൊന്ന് ബർക്കത്ത് എടുക്കൽ, മൂന്നാമത്തേത് ബർക്കത്ത് കൊടുക്കൽ. ഇവിടെയാണ് പ്രശ്നം. ഈ ബർക്കത്ത് കൊടുക്കൽ എവിടുന്നാണ്? അർശിന്റെ മീതെ നിന്നാണ് ബർക്കത്ത് ഇറങ്ങേണ്ടത്. മനസ്സിലായില്ലേ? ഷിട്ടികളുടെ കയ്യിലില്ല, അത് റസൂലുള്ളാഹിന്റെ കയ്യിലില്ല, നബിമാരുടെ കയ്യിലില്ല. അല്ലാഹ് പറയുന്നു, ഖുൽ, നിങ്ങൾ അവരോട് പ്രഖ്യാപിക്കൂ, ദൂതരെ, ലാ അംലികു ലിനഫ്സി നഫ്അൻ വലാ ദർറ, എനിക്ക് ഗുണമോ ദോഷമോ ചെയ്യാനുള്ളതായ കൽപ്പ് കഴിവ് എൻ്റെ കയ്യിലില്ല. അള്ളാഹ് എനിക്ക് തന്നിട്ടേ ഇല്ല. അത് അള്ളാഹ് എനിക്ക് തന്നത് ഹിദായത്ത്, ജനങ്ങളെ ഹിദായത്ത് നൽകാൻ, അത് എത്തിച്ചു കൊടുക്കാൻ, ഖുർആൻ എത്തിച്ചു കൊടുക്കുക, സുന്നത്ത് എത്തിച്ചു കൊടുക്കുക, സത്യം പറഞ്ഞു കൊടുക്കുക. അത് അവരെ നന്നാക്കുന്ന കഴിവ് വരെ എൻ്റെ കയ്യിലില്ല. നന്നാക്കൽ ആരുടെ കഴിവാണ്? അള്ളയാണ് നന്നാക്കുക. നമുക്ക് നന്നാക്കാൻ പറ്റുമോ? റസൂലുള്ളാഹിക്ക് നന്നാക്കാൻ പറ്റിയെങ്കിൽ 40 കൊല്ലം റസൂലുള്ളാഹിക്ക് വാപ്പയ്ക്ക് വാപ്പയും എളാപ്പാക്ക് എളാപ്പയും എല്ലാമായി ജീവിച്ച അബൂ താലിബിനല്ലേ നന്നാക്കേണ്ടത്. നന്നാക്കാൻ പറ്റിയോ? ഇല്ല. അവിടെ പോയി അത് പറഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ആയത്തിറങ്ങാണ്, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്ന അല്ലാഹു യഹ്ദീ മൻ യശാ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ ഹിദായത്തിലാക്കാൻ മുഹമ്മദേ നിങ്ങൾക്ക് സാധിക്കുന്നതല്ല, ഹിദായത്ത് അള്ളയാണ് നൽകുക. അതുകൊണ്ട് നിങ്ങളുടെ ഡ്യൂട്ടി എത്തിച്ചു കൊടുക്കൽ മാത്രമാണ്. അപ്പോൾ ഈ ബർക്കത്ത് അത് അള്ളാഹുവാണ് നൽകുന്നത്, അള്ളാഹിന്റെ കയ്യിലാണ് ബർക്കത്ത്. അപ്പോൾ അള്ളാഹു പറഞ്ഞതിലല്ലാത്ത, അള്ളാഹു കൊടുത്തതിലല്ലാത്ത, അള്ളാഹു ഇറക്കിയതിലല്ലാത്ത എന്തുണ്ടാവൂല? ബർക്കത്തുണ്ടാവൂല. ബർക്കത്തുണ്ടാവൂല. അങ്ങനെയുള്ള ബർക്കത്ത് അള്ളാഹു നൽകിയതിൽപ്പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശരീരം സ്പർശിച്ചത്. നബിയുടെ ശരീരവും അത് അള്ളാഹു എന്തിനു കൊടുത്തു? അത് വെറുതെ ഒന്നുമല്ല, അത് അള്ളാഹ് അയച്ച ദൂതരാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള ഒരു അലാമാത്തുൻ നുബുവ, നുബുവത്തിന്റെ അലാമത്താണ്, നുബുവത്തിന്റെ തെളിവാണ്. നബി ഞാൻ അള്ളാഹിന്റെ ദൂതരാണ് ലേക്കുള്ള തെളിവാണ്. നബി ഹുദൈബിയ സന്ധിയിൽ അവിടെ സഹാബാക്കൾക്ക് വെള്ളമില്ലാതെയായി, കൈവച്ചു പാത്രത്തിൽ. അപ്പോൾ വെള്ളം ഇറങ്ങാൻ ആരംഭിച്ചു. 1400-ൽ പരം പേര് വുദു പിടിച്ചു. കുളിക്കേണ്ടവർ കുളിച്ചു, കുടിക്കേണ്ടവർ കുടിച്ചു. വെള്ളം അവിടെ തന്നെ ശേഷിക്കുന്നു. അത് ബർക്കത്ത് അള്ളാഹുവിൽ നിന്നിട്ട് ഇറങ്ങാണ്. അതാണ് മുഅ്ജിസത്ത്. വേറൊരു ഭാഷയിൽ മുഅ്ജിസത്ത്, ഈ മതത്തിന് നിലനിൽപ്പിന് വേണ്ടി. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഹദീസുകൾ പറയുമ്പോൾ ഇമാം ബുഖാരി ആ ഹദീസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ബാബു അലാമാത്തിൻ നുബുവ, നുബുവത്തിന്റെ അടയാളങ്ങളുടെ ബാബു എന്നാണ് തലക്കെട്ട് നൽകുക. മനസ്സിലായില്ലേ? അപ്പോൾ അതിൽ നമുക്ക് എതിർപ്പില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ അങ്ങനെയുള്ള ധാരാളം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നാം ഇവിടെ പറയാറുണ്ട്. പിന്നെ ഇവിടെ ചോദ്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായ സാധനങ്ങൾ ഇവിടെ ഇപ്പോൾ ഉണ്ടോ? അനന്തരാവകാശമായിട്ട് നബിയുടെ സാധനങ്ങളിൽ നിന്ന്, നബി ഉപയോഗിച്ച സാധനങ്ങളിൽ നിന്നിട്ട് അവകാശമായിട്ട് ശേഷിച്ചത് വെറും അവരുടെ കൂടെ ഉണ്ടായിരുന്നതായ ആയുധം, പിന്നെ അവര് സദഖ ചെയ്തതായ ഭൂമി, പിന്നെ ഒരു കോവർ കഴുത വെളുത്ത, അറിയില്ലേ? കഴുതയുമല്ല, ഒട്ടകവുമല്ല, കഴുതയുമല്ല, കുതിരയുമല്ല, അതിൻ്റെ മധ്യത്തിലുണ്ടാകുന്ന സാധനത്തിൻ്റെ പേരാണ് ബഗ്ല. ഇതേ അനന്തരാവകാശമായിട്ട് റസൂൽ നിന്നിട്ട് ഉണ്ടായിട്ടുള്ളൂ എന്നാണ് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചെരുപ്പുണ്ടായിരുന്നു. അത് അനന്തരാവകാശം എന്ന് പറയാൻ പറ്റില്ലല്ലോ. ചെരുപ്പുണ്ടായിരുന്നു. അവർ ഉപയോഗിച്ച ബുർദയുണ്ടായിരുന്നു. ബുർദയും ചെരുപ്പും റസൂലുള്ളാഹി വഫാത്തായ ശേഷം ഇവിടെ സഹാബാക്കൾ ഉപയോഗിച്ചിരുന്നു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെയെല്ലാം ഇവിടെ നിന്ന് ജനങ്ങളുടെ ദൃഷ്ടിയിൽ നിന്നിട്ട് ദൂരപ്പെടുത്തിയതുപോലെ, ഉദാഹരണത്തിന് നബിയുടെ കയ്യിൽ ധരിച്ചതായ മോതിരം, അതിൽ മുഹമ്മദുൻ റസൂലുള്ളാഹി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആ മോതിരം റസൂലുള്ളാഹി വഫാത്തായ ശേഷം അബൂബക്കർ ഉപയോഗിച്ചു, പിന്നെ ഉമർ ഉപയോഗിച്ചു, പിന്നെ ഉസ്മാൻ ഉപയോഗിച്ചു. ഉസ്മാന്റെ കയ്യിൽ നിന്നിട്ട് ബീർ അരീസി എന്ന ജൂതന്റെ തോട്ടത്തിലുണ്ടായ കിണറിൽ വീണു. എവിടെ? ഖുബ പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മെയിൻ ഗേറ്റിൽ നിന്നിട്ട് പുറത്തിറങ്ങുമ്പോൾ വലത് ഭാഗത്താണ് ആ കിണർ. ഞാൻ വരുന്ന കാലഘട്ടത്തിൽ ആ കിണറുണ്ടായിരുന്നു. 40 വർഷങ്ങൾക്ക് മുമ്പ് ഞാനത് കണ്ടിരുന്നു.
ആ കിണറിൽ വീണു. എന്നാൽ കിണറിലുള്ള സാധനം വീണാൽ, പ്രത്യേകിച്ച് ഇവിടുത്തെ കിണറൊക്കെ ഇന്ന് വരെ അങ്ങനെയാണ്, വളരെ ചെറിയ കിണറാണ്. നമ്മുടെ നാട്ടിലെ പോലത്തെ ഹലാക്കിൻ്റെ കിണറല്ല, ചെറിയ കിണറാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ചെറിയ കിണറിൽ മോതിരം വീണാൽ ഖലീഫ അന്വേഷിക്കാൻ തീരുമാനിച്ചാൽ 100 ആൾ ഇറക്കിയാൽ പോരെ? 100 ആൾ ഇറക്കിയിട്ട് ആ മണ്ണുകൾ മുഴുവനും പുറത്തിറക്കിയിട്ട് അതിൽ നിന്നിട്ട് മോതിരം വലിച്ചെടുക്കാൻ പറ്റൂലേ? പറ്റും. സംഭവിച്ചത് അള്ളാഹ് വേണ്ടാന്ന് വെച്ചു. കാരണം ഇവിടെ എനിക്ക് തോന്നുകയാണ്, അള്ളാഹു ആലം, ഇവിടെ പൂജ ബർക്കത്തെടുക്കുന്നതിന് പകരം മുടി വിൽപ്പന പൂജ പോലെ അവിടെ എന്ത് സംഭവിക്കരുത്, ഇങ്ങനെ ഒരു മോതിര പൂജ നടക്കരുത് എന്ന് അള്ളാഹുവിൻ്റെ തീരുമാനമായിരിക്കാം. അതുകൊണ്ട് അള്ളാഹു എന്ത് ചെയ്തു? ആ മോതിരത്തെ ജനങ്ങളുടെ ദൃഷ്ടിയിൽ നിന്നിട്ട് മറച്ചു കളഞ്ഞു. റസൂലുള്ളാഹി മരിക്കുമ്പോൾ റസൂലുള്ളാഹിയുടെ ജഡം ഈ ഖബറടക്കപ്പെട്ട സ്ഥലം ജനങ്ങൾ അറിയുന്നത് കൊണ്ട് റസൂൽ അത് പറഞ്ഞു മരിച്ചു. കെട്ടിപ്പൊക്കപ്പെടാൻ പാടുള്ളതല്ല. ഉറൂസുകൾ എന്ന് നമ്മൾ പറയുന്നതായ നേർച്ചകളും പൂരങ്ങളും നടത്താൻ വേണ്ടി അത് കെട്ടിപ്പൊക്കി ആരാധനാലയ കേന്ദ്രമാക്കി മാറ്റുക പാടുള്ളതല്ല. ക്രിസ്തീയ ജൂത വിഭാഗത്തെ അള്ളാഹ് ശപിച്ചത് അത് കാട്ടിയത് കൊണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ മരിച്ചു. അതുകൊണ്ട് തന്നെ ഇന്ന് വരെ ആ സ്ഥലം മണലിലാണ്, അത് കെട്ടിപ്പൊക്കപ്പെട്ടിട്ടില്ല. അത് മണലിലാണ്, അതിൻ്റെ മീതെ അല്പം ചിറൽ കല്ലുകൾ കൊണ്ട് മൂടപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രമാണ്. പണ്ടുള്ള അതേ കോലത്തിൽ ഇപ്പോഴും അവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് മാത്രമല്ല, ജനങ്ങൾ അതിൽ തോന്നിവാസം കാട്ടാതിരിക്കാൻ വേണ്ടി ജനങ്ങളുടെ ദൃഷ്ടിയിൽ നിന്നിട്ടല്ല ഈ മോതിരത്തെ മറച്ചതുപോലെ ഖബറിനെ മറച്ചു കളഞ്ഞു. ഹിജ്റയുടെ 1-ാമത്തെ നൂറ്റാണ്ട് 80-ാമത്തെ വർഷമാകുമ്പോൾ തന്നെ വൻമതിൽ കെട്ടപ്പെട്ടു. ആയിഷാന്റെ റൂമിന്റെ അകത്താണ് സംഭവം. അതിനെയും പിന്നെ വൻമതിൽ കൊണ്ട് കെട്ടപ്പെട്ടു. ഈ 5 കോണുള്ള വൻമതിൽ. ഉദാഹരണം എന്തിനാണ്? അനാചാരങ്ങളിൽ നിന്നിട്ട് മുസ്ലിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി തന്നെയാണ്. സിയാറത്ത് അനുവദനീയം. റസൂൽ സലാത്തും സലാമും ചൊല്ലിക്കൊണ്ടേയിരിക്കണം. ഖിയാമത്ത് നാൾ വരെ ചെല്ലണം. എവിടുന്ന് ചെല്ലിയാലും റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് അള്ളാഹു ആ പ്രാർത്ഥന എത്തിക്കുകയും ചെയ്യും. അതൊക്കെ റസൂലുള്ളാഹി പഠിപ്പിച്ചതായ പച്ചപരമാർത്ഥവും യാഥാർത്ഥ്യവുമാണ്. അപ്പോൾ അതൊന്നും ഇല്ല എന്ന് യഥാർത്ഥ മുസ്ലിങ്ങൾ പറയുന്നില്ല. യഥാർത്ഥ മുസ്ലിങ്ങൾ പറയുന്നത്, ഒറിജിനൽ സുന്നികൾ പറയുന്നത്, അഹ്ലുസുന്ന വൽ ജമാഅ എന്ന പേര് നൽകാൻ അർഹപ്പെട്ടവർ പറയുന്നത് എന്താണ്? കൃത്രിമം വേണ്ട, തട്ടിപ്പ് വേണ്ട, വഞ്ചന വേണ്ട, ചതിവ് വേണ്ട, ചെരുപ്പിനെ തൊട്ട് കാലുമുറി വേണ്ട. ഉള്ളത് സത്യം തുറന്ന് പറയണം, ഇല്ലാത്തത് നിർമ്മാർജ്ജനം ചെയ്യണം. അതാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ സഹോദരന്മാരെ, സഹോദരികളെ, ഇത് പറയുമ്പോൾ പറയേണ്ടി വന്നതായ ചില ഭാഗങ്ങൾ നമ്മുടെ ക്ലാസ് മെമ്പർമാരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിച്ചത് കൊണ്ടാണ് അത് ആ ഭാഗങ്ങൾ മാത്രം പറയുന്നത്. മുമ്പ് ഉണർത്താത്ത ഭാഗങ്ങൾ. അഹമ്മദ് തൈമൂർ ബാഷ അദ്ദേഹത്തിൻ്റെ റസൂലുള്ളാഹിൻ്റെ ആധാറുകൾ എന്ന പുസ്തകത്തിൽ പറയുന്നു, ആധാറുൻ നബവിയ, നബിയുടെ ആധാറുകൾ, നബി വഫാത്തായ ശേഷം ഇവിടെ ഉണ്ടായ ആധാറുകൾ, നബിയിലേക്ക് ചേർക്കപ്പെടുന്ന ആധാറുകൾ ഇസ്തംബൂൽ പോലത്തതായ സ്ഥലങ്ങളിൽ സൂക്ഷിക്കപ്പെട്ടതായിട്ട് പറയപ്പെടുന്നുണ്ടെങ്കിലും അവകളെക്കുറിച്ചൊക്കെ അത് റസൂലുള്ളാഹിൻ്റെതാണെന്ന് പറയാൻ നമ്മുടെ കൂടെ ശക്തിയുള്ള ഒരു തെളിവുമില്ല. എന്ന് മാത്രമല്ല, ആ പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ കൂട്ടിച്ചേർക്കുന്നു, അത് കാണുമ്പോൾ ലാ യസഅനാ അൻ നക്തുമ മാ യുഖാമിറു നഫ്സ് ഫീഹാ മിനർ റൈബ് വശുകൂക്. കാണുമ്പോൾ തന്നെ ഇതിപ്പോൾ റസൂലുള്ളാഹിൻ്റെ എന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ എന്ന് തോന്നിപ്പോകുന്ന രൂപത്തിലുള്ള കൃത്രിമം അതിൻ്റെ പരിസരത്തിൽ കറങ്ങുന്നതായിട്ടാണ് കാണുന്നത് എന്നാണ് അത് നിഷ്പക്ഷമായിട്ട് പഠനം നടത്തിയ പണ്ഡിതന്മാരിൽ ഒരാളായ അഹമ്മദ് തൈമൂർ ബാഷ പറയുന്നത്. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിനെ പോലത്തവരും തബറുക്ക് എന്ന വിഷയത്തിൽ പുസ്തകം എഴുതിയവരും ഉണർത്തുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്ത് പറയുന്നതായ, ഇപ്പോൾ ലോകത്തിൽ പലയിടങ്ങളിൽ മുടിയുണ്ടെന്ന് പറയപ്പെടുന്നു. അങ്ങനെയുള്ള മുടികളെക്കുറിച്ച് പറയുന്നു, പണ്ടൊരു കാലഘട്ടത്തിൽ അല്പം മുടികൾ ഇസ്തംബൂലിലുണ്ട് എന്ന് പറഞ്ഞെങ്കിലും കുറച്ച് കാലഘട്ടത്തിന് ശേഷം പിന്നെ മുടികളുടെ എണ്ണം വർദ്ധിച്ചു. 42 മുടിയുണ്ടെന്ന് പറയുന്നു. പണ്ട് 2-3 മുടിയുണ്ടെന്നാണ് പറഞ്ഞത്. എവിടുന്ന ആ മുടി വന്നത് എന്നത് അറിയുകയില്ല. ഇത് പഴയ കാലത്ത് പറയുന്ന വാക്കാണ്, ഇപ്പോഴൊന്നും അല്ല. ഇത് ഈ 42 ആയപ്പോൾ തന്നെ അവർക്ക് പേടിയായി. ഇന്നിപ്പോൾ 420, 4200 മാറിയിരിക്കുകയാണ് കെട്ട് വന്നപ്പോൾ. അപ്പോൾ എവിടുന്ന് വന്നു ഈ കെട്ട്? മനസ്സിലായില്ലേ? ഈ കെട്ട് അവിടെ 1-2 കുറിച്ച ചർച്ച. റസൂലുള്ളാഹിന്റെ മുടിയാണെങ്കിൽ അതിൽ ബർക്കത്തുണ്ട് എന്നതിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്ന് പഠിച്ചല്ലോ. പക്ഷേ എവിടെയുണ്ട് റസൂലുള്ളാഹിന്റെ മുടി? അതാണ് പ്രശ്നം. അത് യഥാർത്ഥത്തിൽ പഠിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നു. നബിയുടെ
മോതിരക്കുറിച്ച് പറഞ്ഞതുപോലെ താർത്താരികളുടെ വിപ്ലവത്തിൽ നബിയുടെ ബുർദ ഖുലഫാഉകൾ ധരിച്ചതായ പുതപ്പ് ചുട്ടുകരിയപ്പെട്ടു. നബിയുടെ കൂടെ നബി ഉപയോഗിച്ച ചൂരൽ വടി അതും കരിഞ്ഞുപോയി താർത്താരികളുടെ വിപ്ലവത്തിൽ. ഈ ബുർദയെ ഖുലഫാഅകൾ ധരിക്കാറുണ്ടായിരുന്നു, പ്രത്യേകിച്ച് അബ്ബാസി ഖുലഫാഅകൾ ധരിക്കാറുണ്ടായിരുന്നു. മഹാനായ ഇമാം ഇബ്നു കസീർ അൽ ബിദായ വന്നിഹായിൽ 6-ാം വാള്യം 8-ാം പേജിൽ പറയുന്നതായിട്ട് കാണാം ഈ ഭാഗം. മനസ്സിലായില്ലേ? പണ്ടേ കരിഞ്ഞു പോയിരിക്കുകയാണ്. അവശിഷ്ടമായി നബിയുടെ കാലഘട്ടത്തിന് ശേഷം ആസാറുകളായി അറിയപ്പെട്ടതായ സാധനങ്ങളെ കുറിച്ചാണ് പറയുന്നത്. റസൂലുള്ളാഹിയുടെ 2 ചെരുപ്പാണെന്ന് പറയപ്പെടുന്നത് തൈമൂർ ലങ്കി എന്ന താർത്താരികളിലോ അല്ലെങ്കിൽ മുഗളന്മാരിലോ പെട്ട വ്യക്തി നശിപ്പിച്ച സാധനങ്ങളുടെ കൂട്ടത്തിൽ ആ ചെരുപ്പ് നശിച്ചു പോയിരുന്നു. ഇബ്നുൽ മുഖ്രി പറയുന്നു. അപ്പോൾ നാം എന്ത് പഠിച്ചു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെതാണ്, അവരുടെ ശരീരം തൊട്ടതാണ് എന്ന് അറിയപ്പെടുന്ന 2 ചെരുപ്പും പുതപ്പും വടിയും അത് ഭൂമിയിൽ പലയിടങ്ങളിലും ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ പ്രചരിപ്പിക്കുന്നത് ശരിയല്ല. കാരണം അത് ഇന്ന തീയതികളിൽ പോരാട്ടങ്ങളിൽ കരിഞ്ഞു പോവുകയോ നശിച്ചു പോവുകയോ ചെയ്തിട്ടുണ്ട്. പിന്നെ മുടികളെ കുറിച്ച് ഇമാം സമയം അവസാനിച്ചു, 5 മിനിറ്റ് ഒന്നും പറയാൻ പറ്റില്ല. ഹാഫിദ് ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി സീർ അലാമുൻ നുബലയിൽ പറയുന്നു, പല കാര്യങ്ങൾ നബിയുടെ ശരീരം തൊട്ടത് ചില സഹാബാക്കളുടെ കയ്യിൽ ഉണ്ടായത് അവർ മരിക്കുമ്പോൾ എന്നോടൊപ്പം ഖബറടക്കണമെന്ന് പറഞ്ഞ് മരിച്ചിരുന്നു. അങ്ങനെ കുറേ ഹദീസുകൾ കാണാം. സഹാബിക്ക് റസൂൽ കൊടുത്ത വടി ആ സഹാബി മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഖബറിൽ അദ്ദേഹത്തോടൊപ്പം ഖബറടക്കപ്പെട്ടു. അതോടുകൂടി എന്തായി? സാധനം ഇവിടുന്ന് പോയി എന്നർത്ഥം, ഇല്ല എന്നർത്ഥം. അങ്ങനെയുള്ള സഹിഹ ഹദീസുകൾ സ്ഥിരീകരിക്കപ്പെട്ട പല ഭാഗങ്ങളും നമുക്ക് ആ വിഷയം പറയുമ്പോൾ കാണാവുന്നതാണ്. സഹോദരന്മാരെ, സഹോദരികളെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് 5 മിനിറ്റിൽ 1 മിനിറ്റ് പോയി. 4 മിനിറ്റിൽ നമുക്ക് സാമിരിയെ പറയാം. അത് നിർത്താം, ക്ഷീണതനാണ്. സാമിരിനെ അറിയില്ലേ? സാമിരി അറിയില്ലേ? അറിയോ? എല്ലാവർക്കും അറിയില്ല സാമിരി ആരാണ്? എന്താ മൂപ്പര് കാട്ടിയത്? മൂസ നബി അലൈഹിസ്സലാമിൻ്റെ അടുക്കലേക്ക് ജിബ്രീൽ സ്വർഗീയ കുതിരയിൽ കയറി വന്നു. ജിബ്രീൽ വരുമ്പോൾ സ്വർഗീയ കുതിരയിലല്ലേ വരിക? അപ്പോൾ സാമുരി എന്ത് കാട്ടി? ആ കുതിര ചവിട്ടുന്ന സ്ഥലം നോക്കിയിട്ട് അതിൽ മണ്ണെടുത്തു. ഇതിനേക്കാളും വലിയ ബർക്കത്ത് ഇവിടെ ഉണ്ടാവില്ലല്ലോ, സംശയമുണ്ടോ? പക്ഷെ ഈ ബർക്കത്ത് ചൂഷണം ചെയ്യാൻ നോക്കിയവൻ, വിൽപ്പന, ബിസിനസ്, അത് പൂജയാക്കി മാറ്റാൻ തീരുമാനിച്ചപ്പോൾ അള്ളാഹ് അവനെ ശപിച്ചു. അവനെ ജനങ്ങളുമായിട്ട് വിട്ടു നിൽക്കണം, ജനങ്ങളോട് അടുത്ത് നിൽക്കാൻ പാടില്ല എന്ന് തീരുമാനിച്ചു. ആ സാധനത്തെ ചുട്ടിക്കരിച്ച് ചാമ്പലാക്കാൻ തീരുമാനിച്ചു. നബിമാരുടെ എല്ലാം അവശിഷ്ടം ഉൾക്കൊള്ളുന്ന സ്വർണം കൊണ്ടാണ് അത് ഉണ്ടാക്കിയത്. എന്നിട്ടാണ് അതിൽ മണ്ണ് ചേർത്തത്. അള്ളാഹു അവരെ പരിശോധിക്കാൻ വേണ്ടി ആ പ്രത്യേക കഴിവ് അതിനിട്ട് കൊടുക്കുകയും ചെയ്തു. അത് പരീക്ഷണമാക്കി മാറ്റി. ആർക്കെങ്കിലും സംശയമുണ്ടോ? സ്വർഗത്ത് നിന്നിറങ്ങിയ കുതിര ചവിട്ടിയ സ്ഥലത്തുള്ള ബർക്കത്ത് പവിത്രതയുള്ള ആ സ്വർഗീയ ലോകത്ത് നിന്ന് ഇറങ്ങുന്നത്. പക്ഷേ അവിടെ പ്രശ്നം, എത്ര വലിയ ബർക്കത്തുള്ള മുടിയാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച രൂപത്തിലല്ലാതെ ഉപയോഗപ്പെടുത്തുകയോ അത് ബിസിനസ്സാക്കി മാറ്റുകയോ അത് വിൽപ്പന നടത്തുകയോ അത് പിന്നെ പൂജയായി മാറാൻ കാരണമായി തീർന്ന രൂപത്തിലുള്ളതായ ചലനങ്ങളും പ്രവർത്തനങ്ങളും ഉണ്ടാവുകയോ ചെയ്താൽ അവർ ശപിക്കപ്പെട്ടവരായി മാറുന്നതായിരിക്കും. എന്തുകൊണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പലയിടങ്ങളിലും പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ അവർക്ക് എൻ്റെ അനുഗ്രഹങ്ങളെ, എൻ്റെ ബറക്കാത്തുകളെ ഇറക്കി. ولو أن أهل القرى آمنوا واتقوا لفتحنا عليهم بركات من السماء والأرض. അഹ്ലുൽ ഖുറ, പട്ടണവാസികൾ സത്യവിശ്വാസികളായി മാറുകയും മുത്തഖീങ്ങളായി മാറുകയും ചെയ്താൽ ആകാശത്തിൽ നിന്നിട്ട് ഞാൻ അനുഗ്രഹങ്ങൾ, ബർക്കത്തുകൾ ഇറക്കിയിരുന്നേനെ. ഇമാം ഖാസിൻ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറയുന്നു, എന്താണ് ആകാശ ബർക്കത്ത്? അത് മഴയാണ്. എന്താ ഭൂമിയിലുള്ള ബർക്കത്ത്? ഭൂമിയുള്ള ബർക്കത്ത് ആ മഴയിൽ നിന്നിട്ടുണ്ടാകുന്നതായ ഉൽപ്പന്നങ്ങളാണ്. ഈ ബർക്കത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയത് എന്തിനു വേണ്ടിയാണ്? ആ ബർക്കത്തിൽ നന്ദി പ്രകടനം നടത്താൻ വേണ്ടി, അള്ളാഹിലേക്ക് അതിലൂടെ അടുക്കാൻ വേണ്ടി എന്നല്ലാതെ ആ ബർക്കത്ത് വിറ്റ് കാശുണ്ടാക്കാൻ വേണ്ടിയല്ല, ആ ബർക്കത്ത് വിൽപ്പനയാക്കി മാറ്റാൻ വേണ്ടിയല്ല. അപ്പോഴോ അള്ളാഹു പറയുന്നു, അഫാമിന അഹ്ലുൽ ഖുറാ,
ഈ ഞാൻ ബർക്കത്ത് അടക്കി കൊടുത്ത വിഭാഗം ഈ രൂപത്തിൽ ബർക്കത്ത് ദുരുപയോഗപ്പെടുത്തുകയാണെങ്കിൽ എന്ന് പറയും പോലെ, ബർക്കത്ത് ഉപയോഗപ്പെടുത്തുന്നത് പോലെ ഉപയോഗപ്പെടുത്താതെ അത് ദുരുപയോഗപ്പെടുത്തുകയാണെങ്കിൽ, നന്ദി പ്രകടിപ്പിക്കാതെ ജീവിക്കുകയാണെങ്കിൽ, അവർ ഉറങ്ങുന്ന വേളയിൽ അവർക്ക് എൻ്റെ ശിക്ഷ പിടികൂടുകയില്ല എന്നവർക്ക് എന്തറിയാ? അവർക്ക് എങ്ങനെ സുരക്ഷിതത്വം വന്നുപോയി തോന്നിപ്പോയി. അവ അമീനാഹുൽ ഖുറ അയ്യതിയഹും ബഅസുനാ ദുഹൻ വഹും യൽഅബൂൻ. ഈ ബർക്കത്ത് ശരിക്കും ഉപയോഗിക്കാതെ, അത് നന്ദി പ്രകടനം ചെയ്യാതെ ജീവിക്കുമ്പോൾ അവർക്ക് അല്ലാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങുകയില്ല. അവർ രാവിലെ കളിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ ഡ്യൂട്ടി സമയത്ത് ലാപ്ടോപ്പ് കൂടിയാണ്. എന്തിനാണ്? ജോലി ഫ്രീ വരുമ്പോഴേക്ക് സക്സ് ഫിലിം ഇങ്ങനെ തുറന്നു നോക്കാൻ, നാൽക്കാലിയായി മാറാൻ, മൃഗമായി മാറാൻ. ഇതൊക്കെ അള്ളാഹ് കാണുന്നില്ല എന്നാണ് മനസ്സിലാക്കിയത്. അപ്പോൾ എന്താ സംഭവിക്കുക? ഒരു പക്ഷേ ഡ്യൂട്ടിക്ക് വീഴ്ച വരും. ഇവൻ ഡ്യൂട്ടി സമയത്ത് വരേക്കും ഫിലിമോ അല്ലെങ്കിൽ തോന്നിവാസമോ അല്ലെങ്കിൽ ആവശ്യമുള്ളതോ ഇല്ലാത്തതോ നെറ്റിൽ കൂടി നോക്കാൻ തീരുമാനിച്ചാൽ ചെയ്യേണ്ട ഡ്യൂട്ടി വേണ്ടതുപോലെ ചെയ്തില്ല. അപ്പോൾ ആ ഡ്യൂട്ടിയുടെ പേരിൽ അവൻ വാങ്ങുന്ന കാശ് ഹറാമായി. ശ്രദ്ധിക്കണം, നടക്കാറില്ലേ? ഉദാഹരണം മാത്രമാണ് കേട്ടോ. നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റുന്ന ഭാഗങ്ങളാണ്. അതെ, അല്ലാഹു അവർ ശിക്ഷിക്കയില്ല എന്ന ആ നിർഭയത്വം അവർക്ക് എവിടുന്നുണ്ടായി? അത് നഷ്ടപ്പെട്ടവരിൽ നിന്നിട്ടാണ് ഉണ്ടാവുക. ഇന്ന് മദീന ഇമാം ഉണർത്തിയതായ ഹൗഫും ഭയവും അള്ളാഹുവിനോടുള്ള പേടിയും ഉള്ളവർ ഒരിക്കലും അങ്ങനെ അള്ളാഹിനെ ശിക്ഷിക്കയില്ല, ഞാൻ രക്ഷപ്പെട്ടു പോയി എന്ന തോന്നിപ്പോവുകയില്ല എന്നതാണ്. ഇപ്പോൾ ചുരുങ്ങിയ ടൈമിൽ പ്രധാന പോയിന്റുകൾ ഇവിടെ മുമ്പ് ഞാൻ ഈ വിഷയം പറഞ്ഞപ്പോൾ പറയാൻ വിട്ടുപോയ പോയിന്റുകൾ മാത്രമാണ് ഇവിടെ ഉണർത്തപ്പെട്ടത്. വിശദമായിട്ട് ഇനിയും ഇത്തരം കാര്യങ്ങൾ അല്ലാഹു തൗഫീഖ് ചെയ്താൽ അടുത്ത ക്ലാസ്സുകളിലൂടെ നമുക്ക് വിശദീകരിക്കുകയും സംസാരിക്കുകയും ചെയ്യാം. അല്ലാഹു ഇതുവരെ പറഞ്ഞതിനെ സൽക്രമമായി സ്വീകരിക്കട്ടെ. അവൻ്റെ മതത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ആത്മാർത്ഥമായി സേവനമനുഷ്ഠിക്കാനുള്ള ദീർഘായുസ്സും ആരോഗ്യവും നമുക്ക് ഏവർക്കും അല്ലാഹു നൽകുമാറാകട്ടെ. ഇങ്ങനെയുള്ള വേണ്ടാത്ത രൂപങ്ങൾ കൈകൊണ്ടുകൊണ്ട് ഇല്ലാത്ത മുടിയൊക്കെ ഉണ്ടാക്കി ജനങ്ങളെ പ്രയാസപ്പെടുത്തുന്ന വിഭാഗത്തെ അല്ലാഹു ഹിദായത്തിലാക്കട്ടെ, സന്മാർഗത്തിലേക്ക് നയിക്കട്ടെ. സത്യം പഠിക്കാനുള്ള ചുറ്റുപാട് അവർക്ക് അല്ലാഹു ഉണ്ടാക്കി കൊടുക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാട്ടിലും അതുപോലെ ലോകത്തിലാസകലം ഖുർആൻ സുന്നത്ത് വ്യാപകമാക്കി സത്യത്തിൻ്റെ പിന്നെ അടിയറച്ച് നിന്നുകൊണ്ട് സത്യത്തിൻ്റെ വക്താക്കളായും കൊണ്ട് ജീവിച്ച് മരിക്കുന്നവരെ വളർത്തട്ടെ, വർദ്ധിപ്പിക്കട്ടെ, അധികരിപ്പിക്കട്ടെ. ആ ഇനത്തിൽ നമ്മുടെ നാട്ടുകാർ, വീട്ടുകാർ, കൂട്ടുകാർ, കുടുംബന്മാരെല്ലാം അല്ലാഹു പെടുത്തുമാറാകട്ടെ. നമ്മിൽ നിന്നിട്ട് മരണപ്പെട്ടവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. നാം മരിക്കുമ്പോൾ നമുക്കും അല്ലാഹു മാഫി ചെയ്തു തരുമാറാകട്ടെ. നമ്മിൽ നിന്നിട്ട് ഇണകളില്ലാത്തവർക്ക് സാലിഹ്യങ്ങളെ ഇണകൾ അല്ലാഹു നൽകട്ടെ. അപ്രകാരം നമ്മിൽ നിന്നിട്ട് സന്താനമുള്ളവർക്കും ഇല്ലാത്തവർക്കും സാലിഹ്യങ്ങളായ സന്താനങ്ങൾ അല്ലാഹു നൽകട്ടെ. പലരും മാരകമായ രോഗം പിടിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. അവർക്ക് വേണ്ടി നിങ്ങൾ സദസ്സിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടവരുണ്ട്. അല്ലാഹുരുടെ എല്ലാം രോഗത്തെ ശിഫിയാക്കട്ടെ. അവരിൽ നിന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ലിഖാ ഉദ്ദേശിക്കുന്നവർക്ക് ഹുസ്നുൽ ഖാത്തിമ നൽകട്ടെ. നന്നായി മരിക്കാൻ അല്ലാഹു, അങ്ങനെ അല്ലാഹ് മരിക്കാൻ തീരുമാനിച്ചവർക്ക് ഈമാനോട് കൂടി മരിക്കാനുള്ള തൗഫീഖും അല്ലാഹു നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وانصرنا على القوم الكافرين. اللهم من أرادنا وأراد إسلامنا وأراد دعوتنا وأراد بلاد الحرمين وأراد قادة بلاد الحرمين سوءا اللهم فأشغله في نفسي واجعل تدميره يا رب العالمين. أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. اللهم علمنا ما ينفعنا وانفعنا بما علمتنا. رب زدنا علما. نسألك كل ما سألك به عبدك ونبيك محمد صلى الله عليه وسلم ونستعيذك من كل ما استعاذك منه عبدك ونبيك محمد صلى الله عليه وسلم ونسألك الجنة وما قرب إليها من قول أو عمل ونعوذ بك من النار وما قرب إليها من قول عمل. اللهم إنا نعوذ بك من علم لا ينفع وقلب لا يخشع ونفس لا تشبع وعين لا تدمع ودعاء لا يستجاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم صل على محمد وعلى آل محمد وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.